ദാറുൽ ബനാത്ത് യത്തീംഖാനയുടെ 30-ാം വാർഷിക ആഘോഷവും പി.ടി. അബൂബക്കർ മൗലവിയുടെ സ്മരണാർത്ഥമുള്ള അൽബീർ സ്കൂളിൻ്റെ പുതിയ ബ്ലോക്കിൻ്റെ ശിലാസ്ഥാപനവും നടന്നു. നിർധനരായ പെൺകുട്ടികളെ ഏറ്റെടുത്ത് ആത്മീയ ഭൗതിക വിദ്യാഭ്യാസവും തൊഴിൽ പരിശീലനവും ഇസ്ലാമിക ശിക്ഷണവും നൽകി ഭാവി സുരക്ഷിതമാക്കി വിവാഹം ചെയ്തയക്കുക എന്ന മഹത്തായ ലക്ഷ്യത്തോടെ പ്രവർത്തിക്കുന്ന ദാറുൽ ബനാത്ത് യത്തീംഖാന 3 പതിറ്റാണ്ട് പിന്നിടുകയാണ്. നിർധനരായ അനാഥ പെൺകുട്ടികളെ ഏറ്റെടുത്ത് അവർക്ക് ഭക്ഷണം, വസ്ത്രം, താമസം, ചികിത്സ മുതലായ എല്ലാ പരിചരണങ്ങളും ഭൗതിക വിദ്യാഭ്യാസവും നൽകി ഭാവി സുരക്ഷിതമാക്കുക എന്ന വലിയ ദൗത്യവുമായാണ് യത്തീംഖാന 30 വർഷം പിന്നിടുന്നത്. മധ്യ കേരളത്തിലെ പ്രശസ്ത ഇസ്ലാമിക ബഹുഭാഷാ പണ്ഡിതനും ആത്മീയ ചികിത്സയിലും വാസ്തുഗോളശാസ്ത്ര ജ്ഞാനങ്ങളിലും അതുല്യ പ്രതിഭയും സൂഫി വര്യനുമായിരുന്ന മർഹൂം പി.ടി. അബൂബക്കർ മൗലവി 1997 ജൂൺ 15-നാണ് സ്ഥാപനത്തിന് തുടക്കം കുറിച്ചത്. 2016-ൽ പി.ടി. അബൂബക്കർ മൗലവി മരണപ്പെട്ട ശേഷം മകൻ പി.ടി. അബ്ദുള്ള ഫൈസിയുടെ നേതൃത്വത്തിൽ സഹോദരങ്ങളാണ് സ്ഥാപനം നടത്തിവരുന്നത്. സ്ഥാപനത്തിൻ്റെ 30-ാം വാർഷിക ആഘോഷം ഫിഷറീസ് സാമൂഹിക നീതി വകുപ്പ് മന്ത്രി അഡ്വക്കേറ്റ് വി.ഇ. അബ്ദുൽ ഗഫൂർ ഉദ്ഘാടനം ചെയ്തു. ഈ സ്ഥാപനവുമായും ഏകദേശം ഈ സ്ഥാപനം തുടങ്ങുന്ന സമയം മുതലുള്ള ബന്ധം എനിക്ക് ഈ സ്ഥാപനവുമായിട്ട് ഉണ്ട്. കാരണം ഞാൻ നന്നേ ചെറുപ്പത്തിൽ ഈ മുറിയിൽ ഉസ്താദുമായി ഇരുന്ന് സംസാരിക്കുന്നത് ഇപ്പോഴും ഓർക്കുകയായിരുന്നു. അദ്ദേഹം ഇവിടെ വന്നതിന് ശേഷം എൻ്റെ പിതാവിനും വളരെയേറെ ബന്ധം അതിനു മുമ്പ് പി.ടി. ഉസ്താദ് ഇവിടെ വന്ന കാലം മുതൽ തന്നെ ഉണ്ട്. ഈ യത്തീംഖാനയുടെ എല്ലാ പ്രവർത്തനങ്ങൾക്കും ഓരോ ഘട്ടത്തിലും അതിൽ ഇടപെടാനും സഹകരിക്കാനും പ്രവർത്തിക്കാനും ഒക്കെ സാധിച്ചിട്ടുണ്ട് എന്നുള്ളത് വലിയ സന്തോഷകരമായ കാര്യമാണ്. അനാഥരായ പ്രത്യേകിച്ച് പെൺകുട്ടികളെ സംരക്ഷിക്കുന്നതിന് വേണ്ടി അവരെ സംരക്ഷിക്കുക മാത്രമല്ല അവരെ വിദ്യാഭ്യാസം അതുപോലെ തന്നെ പ്രായപൂർത്തിയാകുമ്പോൾ അവരെ വിവാഹം ചെയ്തയക്കുന്നത് മുതൽ ഒരു കുടുംബത്തിലേക്ക് കുടുംബമാക്കി കൊടുക്കുന്നത് വരെയുള്ള അനാഥത്വത്തിൽ നിന്നേക്ക് എല്ലാവരും ഉള്ള ഒരു കുടുംബത്തിൻ്റെ ഭാഗമാക്കി മാറ്റുന്നത് വരെയുള്ള ഉത്തരവാദിത്വം ഏറ്റെടുത്തുകൊണ്ടാണ് ഉസ്താദ് ഈ സ്ഥാപനത്തിന് തുടക്കം കുറിച്ചത്. സയ്യിദ് സൈഫുദ്ദീൻ തങ്ങൾ അൽ ബുഖാരി മുളവൂർ പുതിയ കെട്ടിടത്തിന്റെ ശിലാസ്ഥാപന കർമ്മം നിർവഹിച്ചു. ഭാഗ്യം ശ്രദ്ധിച്ച മഹാവ്യക്തിത്വം എന്ന് നമുക്ക് ഇവിടെ നിന്ന് പറയാൻ പറ്റും. പറയപ്പെട്ടതുപോലെ 80 കാലഘട്ടങ്ങളിൽ നമ്മുടെ എറണാകുളം ജില്ലയിൽ വന്ന് ഒരുപാട് പണ്ഡിതന്മാരെ സമൂഹത്തിന് വാർത്തെടുക്കുന്നതിന് വേണ്ടി അവിടെ പള്ളിയിൽ സേവനം ചെയ്ത് മുദരിസായി കഴിച്ചുകൂട്ടി. പിന്നീട് ഈ ഭാഗത്ത് വന്ന് പിതാക്കളില്ലാത്ത നമ്മളൊക്കെ യത്തീമ് എന്ന് പറയുന്ന അനാഥരായ മക്കൾക്ക് ആശ്വാസം പകരാൻ ഒരു സ്ഥാപനത്തെ നിർമ്മാണം കൊണ്ട് അദ്ദേഹം ഇവിടെ വളർത്തിയെടുക്കുകയായിരുന്നു എന്ന് വിശ്വസിക്കുന്ന കാലഘട്ടങ്ങളിലും അവർ സമൂഹത്തിന്റെ ഇടയിൽ ജീവിച്ചിരിക്കുമെന്നാണ്. യഥാർത്ഥത്തിൽ അബൂബക്കർ ഉസ്താദ് ചിരഞ്ജീവിയാണ്, മരണമില്ലാത്ത ഒരു വ്യക്തിയാണ്. അത് ഭൗതിക ശരീരത്തിന്റെ അന്ത്യം ഇല്ല എന്നല്ല, അദ്ദേഹം ഖബറിലാണ്. ഖബറിലാകുമ്പോഴും തുടങ്ങി വച്ചതിനെ അതിനെ പിന്തുടർന്നുകൊണ്ട് അതിനെ നിലനിർത്തുന്നതിന് വേണ്ടി അദ്ദേഹത്തിന്റെ മക്കൾ രംഗത്ത് വന്ന് കൂടെ നിൽക്കാൻ ആളുകൾ ഉണ്ടായപ്പോൾ അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ തുടങ്ങി വെച്ച ആ സുഹൃതങ്ങൾ ഇവിടെ ജീവിച്ചുകൊണ്ടേയിരിക്കുകയാണ്. ഖിയാമത്ത് നാൾ വരെ അള്ളാഹു നിലനിർത്തി തരുമാറാകട്ടെ. അതിന്റെ ചെറിയ എളിയ സഹായികളായിട്ടാണ്, സഹകാരികളായിട്ടാണ്, അനുഭാവികളായിട്ടാണ്, ചെറിയ ബന്ധത്തിന്റെ പേരിലാണ് നമ്മളൊക്കെ ഇവിടെ കൂടിയിട്ടുള്ളത്. കുന്നത്തേരി മഹല്ല് ജമാഅത്ത് ഖത്തീബ് ഇസ്മായിൽ ഫൈസി വണ്ണപ്പുറം മുഖ്യ പ്രഭാഷണം നടത്തി. അൽബീർ സ്കൂൾ വിദ്യാർത്ഥി മുഹമ്മദ് എ.ജെയുടെ ഖിറാഅത്തോടുകൂടിയാണ് ചടങ്ങുകൾ ആരംഭിച്ചത്. സ്വാഗത സംഘം ചെയർമാൻ പി.ടി. അബ്ദുള്ള ഫൈസി അധ്യക്ഷത വഹിച്ചു. പി.ടി. അബ്ദുറഹ്മാൻ ഫൈസി കർമ്മ പദ്ധതി അവതരിപ്പിച്ചു. ജനറൽ കൺവീനർ പി.ടി. മുഹമ്മദ് മൗലവി ഉൾപ്പെടെ വിശിഷ്ട വ്യക്തികളും പണ്ഡിതന്മാരും ചടങ്ങിൽ പങ്കെടുത്തു. ന്യൂസ് ബോക്സ് ലൈവിന് വേണ്ടി സനൂപ് കളമശ്ശേരി.